അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് പറ്റിയിരിക്കണം. എങ്ങനെയാണ് നാം ദൈവത്തോട് പറ്റിയിരിക്കുന്നത്? ദൈവവചനത്തോട് പറ്റിയിരിക്കുക. ദൈവവചനം നമ്മോട് എന്താണോ പറയുന്നത് അതിനെ നാം വിശ്വസിക്കുക. ദൈവം കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെയാണ്. കൂടെ ഉണ്ട് എന്നത് വിശ്വാസമാണ്. ദൈവം സഹായിക്കുമെന്നോ വിടുവിക്കുമെന്നോ ശക്തീകരിക്കുമെന്നോ ദൈവം പറഞ്ഞാൽ നമ്മൾ അടുത്ത നിമിഷത്തിൽ അത് പ്രതീക്ഷിച്ചുകൊണ്ട് ഇരിക്കുക. വചനത്തോട് പറ്റിയിരിക്കുന്നതിന് തുല്യമാണ്. വചനത്തോട് പറ്റിയിരിക്കുക. പ്രാർത്ഥനയിൽ നാം ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുമ്പോൾ, സ്തോത്രത്തിൽ ജാഗരിക്കുമ്പോൾ, ദൈവം നമുക്ക് നൽകിയ കൃപയ്ക്കൊത്തവണ്ണം ദൈവത്തെ ആരാധിക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നാം പറ്റിയിരിക്കുകയാണ്. വചനം ധ്യാനിക്കുമ്പോൾ പറ്റിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്നത് വിടുതലാണ് എന്നാണ് ദൈവം നമ്മോട് പറയുന്നത്. അല്ലെ, വിടുതലാണ്. ദാനിയേൽ എന്ന് പറയുന്ന ദൈവഭക്തൻ, പ്രാർത്ഥനാ മനുഷ്യൻ, 21 ദിവസം ഇങ്ങനെ പ്രാർത്ഥനയിൽ തന്നെ ഇരുന്നു പറ്റിയിരുന്നതാണ്. 1-ാമത്തെ ദിവസം തന്നെ മറുപടി സ്വർഗത്തിൽ നിന്ന് വന്നു എന്ന് എഴുതിയിരിക്കുന്നത്. 1-ാമത്തെ ദിവസം തന്നെ യുദ്ധം നടന്നു ആ മറുപടി കാണാതിരിക്കാൻ വേണ്ടി. സ്വർഗത്തിൽ ദൂതൻ ഇറങ്ങി വന്ന് ഫൈറ്റ് ചെയ്തിട്ട് ആ മറുപടി അവൻ്റെ കയ്യിലെത്തി. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹം. നമ്മളെല്ലാവരും അനുഗ്രഹിക്കപ്പെടണം. പക്ഷെ നമ്മൾ ഒരിക്കലും അനുഗ്രഹിക്കപ്പെടരുത് എന്നാഗ്രഹിക്കുന്ന ഒരു ഇരുളിൻ്റെ ശക്തിയുണ്ട് അവിടെ. നാം ദൈവത്തോട് പറ്റിയിരുന്നാൽ ദൈവം നമ്മെ വിടുവിക്കും. അതാണ് ഇന്ന് പകൽ ദൈവശബ്ദം. ദൈവത്തോട് പറ്റിയിരിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത്, യേശുക്രിസ്തുവിൽ വിശ്വസിച്ച നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കളാണ്. നാം യേശുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റവരാണ്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം. ഉയർത്തെഴുന്നേറ്റവരാണ് നാം. ഈ ഭൂമിയിലെ ചിന്തയിൽ ഒരിക്കലും മരിച്ചിട്ടുമില്ല, ഉയർത്തിട്ടുമില്ല. പക്ഷെ നമ്മുടെ ആത്മാവിനെ സംബന്ധിച്ച് ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ നമ്മുടെ പഴയ മനുഷ്യൻ യേശുവിനോടുകൂടെ ക്രൂശിൽ തറയ്ക്കപ്പെട്ടുവെന്നും കുഴിച്ചിടപ്പെട്ടുവെന്നും യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ യേശുവിൽ വിശ്വസിച്ച നാം ഓരോരുത്തരും യേശുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റു എന്നുമാണ് വചനസത്യം. അതാണ് നാം സ്വീകരിച്ച വിശ്വാസവചനം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ നാം ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റവരാണെങ്കിൽ വചനം പറയുന്നു, നിങ്ങൾ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. പ്രിയപ്പെട്ടവരെ, അത് ഒരു പറ്റുമാനമാണ്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ ഭൂമിയിലെ സാധാരണക്കാരായ മനുഷ്യർ ആകുല ചിന്തകളിൽ ഭാരപ്പെടുന്നത് പോലെ ഭാരപ്പെട്ടു പോകാതെ ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിച്ചു കൊണ്ടൊന്ന് ബലപ്പെടുന്നത്, അല്ലേ, അത് ഉയരത്തിൽ ചിന്തയാണ്. യേശു പറഞ്ഞു, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നതിനെ ഓർത്ത് നിങ്ങൾ വിചാരപ്പെടരുത്. ആരും വിചാരപ്പെടാതെ എല്ലാവരും വിചാരപ്പെടുന്നവരല്ലേ. പക്ഷേ യേശു പറഞ്ഞു, അങ്ങനെ വിചാരപ്പെടുന്നവർ ഈ ഭൂമിയിലെ ജാതികളൊക്കെയാണ്. നിങ്ങൾ വിചാരപ്പെടരുത്. യേശുവിനെ അനുഗമിക്കുന്നവരോട്, യേശു വിശ്വസിക്കുന്നവരെ യേശു പറഞ്ഞു, നിങ്ങൾക്ക് സ്വർഗത്തിലൊരു പിതാവുണ്ടല്ലോ. ഉയരത്തിലുള്ള ചിന്തയാണ്. നിങ്ങൾക്ക് വേണ്ടി കരുതുമല്ലോ. ഉണ്ടോ ഉയരത്തിലുള്ള ചിന്ത. ഉയരത്തിലുള്ള ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഈ ഭൂമിയിൽ നമുക്ക് ഇന്നലകളിലുണ്ടായിരുന്ന ഭാരങ്ങളെല്ലാം ഒഴിഞ്ഞു പോവുകയാണ്. ആ ചിന്തകളിൽ, ഉയരത്തിലെ ചിന്തകളിൽ പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഒരനുഭവം നമുക്ക് വിടുതലാണ്. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. ദൈവത്തോട് പറ്റിയിരിക്കാം, വിടുതൽ പ്രാപിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.